ഹായ് ഫ്രണ്ട്സ്, എൻജോയ് പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. നമുക്ക് കുറച്ച് സംസാരിച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികളൊക്കെ കണ്ട് ഈ വീഡിയോ അങ്ങനെ അങ്ങ് പോട്ടെ. ഈ പാത്രവുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ചീര പറിക്കാൻ പോവുകയാണേ. കുറച്ച് സാഹസികമായിട്ടുള്ള പറിച്ചെടുക്കലാണ് കേട്ടോ. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. മുളകും ചീരയും രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് വളരുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പറിച്ചെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. രാവിലത്തെ വെയിലാണെങ്കിലും നല്ല ചൂടുള്ള വെയിലായതുകൊണ്ട് പറിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഒരു 5-10 മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു. തല ചെറുതായിട്ടൊന്ന് വണ്ടറടിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും ചീരേൻ്റെ അടുത്തേ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരിയൽ പരിപാടിയിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ രാവിലെ കുടിക്കുന്ന, ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരാം. വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട, മോരുവെള്ളമാണ്. അതിനായിട്ട് ഞാൻ ഇഞ്ചിയും തൈരും മാത്രമാണ് എടുക്കുന്നത്. തൈര് ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് മോരാക്കി കുടിക്കുന്നു, അത്രയേ ഉള്ളൂ. മോരില്ലാത്തതുകൊണ്ട് തൈരിനെ എങ്ങനെ ആക്കുന്നു കേട്ടോ. കുറച്ച് തൈരും ഒരുപാട് വെള്ളവും, ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് കുറച്ച് ടേസ്റ്റിന് തൈരും അതുപോലെ തന്നെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ഒരു കപ്പ് വെള്ളം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കുടിക്കുന്നത്. അതിൻ്റെ റീസണും കുറച്ച് സംഭവങ്ങളും ഒക്കെ പറയാം. അതിൻ്റെ കൂടെ ഞാൻ ഈ ചീര ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഈ ചീര ഞാനിപ്പം ചെയ്യുന്നത് ഇതിൻ്റെ തണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണേ. സാധാരണ മൊത്തമായിട്ട് കുറച്ച് വലിയ ബക്കറ്റിലിട്ട് കഴുകിയെടുക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. കുറച്ച് നേരം ഇങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ ചെയ്യാം, വീഡിയോ ആക്കി ചെയ്യാം എന്നുള്ള രീതിയിൽ ഉള്ള ഉദ്ദേശത്തിൽ മാത്രം. അപ്പം ഓരോ ഇതളുകളായിട്ട് ഞാനിങ്ങനെ വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാണ്ടാവും, ഞാൻ ഷുഗർ ടെസ്റ്റിന് പോയതും സ്കാനിങ്ങിന് പോയതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതിനുശേഷം ഒരാഴ്ചക്കാലം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരാഴ്ച വെച്ചാൽ കറണ്ട് ഈ ഒരു സംഭവം ചെയ്യുന്ന വരെയുള്ള ദിവസത്തേക്കാണ് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഷുഗർ ടെസ്റ്റിനുള്ള ഗ്ലൂക്കോസ് കുടിച്ചത് ഒട്ടും സെറ്റായില്ല. ആ ദിവസം ഛർദ്ദിച്ചത് മുതൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഛർദിയും അതുപോലെ ഗ്യാസ് കയറി ഒന്നും കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ. അതിൻ്റെ കൂടെ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടും, അങ്ങനെ ഇല്ലാത്തതായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കി അങ്ങനെ ഓരോരോ ടിപ്പുകളൊക്കെ പരീക്ഷിച്ചാണ് ഇപ്പം ഈ ഒരു ഇരിക്കുന്ന ടൈപ്പിലേക്ക് ഇങ്ങനെയൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ആയി വന്നിട്ടുള്ളത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു വെള്ളം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഉണ്ടാക്കിയതുപോലെയല്ല, തൈര് കുറച്ച് കൂടുതലും വെള്ളം കുറച്ച് കുറവും എന്നുള്ള രീതിയിൽ ഇഞ്ചി കൂട്ടിയിട്ടും കേട്ടോ കുടിച്ചത്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുറവ് വന്നു. പിന്നെ ഭക്ഷണം കഴിച്ചപ്പം തന്നെ കുറച്ച് നടക്കാൻ തുടങ്ങി. വൈകുന്നേരവും രാവിലെയും എന്നൊക്കെ ഉള്ള രീതിയിൽ നടന്നൊക്കെ ആയപ്പോഴാണ് ഒന്ന് സെറ്റായത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ബെനിഫിഷ്യലായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും സ്ഥിരമായിട്ട് പോവില്ല, പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചില റുട്ടീൻസ് ഇതുപോലെയൊക്കെ ഉള്ളത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആഴ്ചയിൽ 2 ദിവസം ഈ ഒരു ചീര കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഫൈബർ അടങ്ങിയ ഫുഡ് നന്നായിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ. പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുക. അത് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ ജോലികൾ ഇവിടം വരെയൊക്കെ എത്തി. ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി അത് അരിഞ്ഞെടുക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ഫെയിലായിട്ടുള്ള ഷുഗർ ടെസ്റ്റ് ഒന്നും കൂടി ചെയ്യാൻ പോകാനുണ്ട്. അത് ഛർദ്ദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ റിസൾട്ടൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, കോട്ടപ്പുറമ്പ് ഹോസ്പിറ്റലിൽ. അപ്പം അതും ഷുഗർ ടെസ്റ്റിൻ്റെയും എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റിയാൽ അതും അപ്ലോഡ് ചെയ്യണം. ഇനി ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് അരിഞ്ഞു വെച്ച ചീര ഇടുന്നു. ഇനി അത് വേവുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതായത് എടുത്തു വെച്ച പാത്രങ്ങളും അതുപോലെ അടുക്കളയൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്തു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ.
ഏട്ടൻ്റെ അമ്മ ഒരു ആവശ്യത്തിന് പുറത്തു പോയതാണ്. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ആക്റ്റീവാകും. പ്രത്യേകിച്ച് ഈ സമയത്ത് പല പല മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയതാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം. ഇത് കാണുന്നവർക്ക് ഇറിറ്റേറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. കാണാൻ താല്പര്യമുള്ളവർ കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. ഇനി ആ ചീര വേവുന്ന സമയം കൊണ്ട് ഞാൻ ഈ തേങ്ങ കൂട്ടും കൂടി റെഡിയാക്കി. കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും ഉള്ളിയും ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ചതച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എരിവും കുറച്ചിട്ടുണ്ട്, അതായത് കറി കൂട്ടുന്നത് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചോറ് കഴിക്കുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഏത് രീതിയിലാണ് കഴിക്കുന്നത് എന്നുള്ളത്. മാക്സിമം രാവിലെ മാത്രമാണ് കറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തേങ്ങ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട്. ചമ്മന്തി എക്സ്ട്രാ അരയ്ക്കണ്ടല്ലോ എന്ന് കരുതി. അമ്മ മീൻകറി ഉണ്ടാക്കിയിട്ടാണ് പോയത്. പക്ഷേ മീൻകറി ഇപ്പം കൂട്ടാനുള്ളൊരു ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഈ ചീരപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചീര നന്നായിട്ട് വേവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ശ്വാസതടസ്സവും അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വേവിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും ഒക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ നേരെ കുളിക്കാൻ പോവാണ്. ഇതിനിടയിൽ വിശന്നപ്പം കുറച്ച് കാഷ്യും അതുപോലെ കുറച്ച് കടലയും എടുത്ത് കഴിച്ചു. കൂടാതെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിശാലമായിട്ടുള്ളൊരു കുളിക്ക് ശേഷം ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. ചോറിന് എനിക്ക് ഒരു കോഴിമുട്ട കൂടി പൊരിച്ചെടുക്കാനുണ്ട്. അതിന് കൂടുതൽ ഉള്ളി കൂട്ടിയിട്ട് ഞാനങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. നേരെ സാധാരണ രീതിയിൽ പൊരിക്കുന്നത് പോലെ അതും കൂടി കഴിക്കുകയാണെങ്കിൽ എൻ്റെ ചോറിനുള്ള വിഭവങ്ങൾ റെഡിയായി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. ചെറിയൊരു വ്ളോഗാണ്, ഒരുപാട് കത്തിയടി മാത്രം തന്നെയേ ഉള്ളൂ. ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലും അതുപോലെ തന്നെ ഒരു രസമാണല്ലോ ഇതുപോലെ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങളും സംസാരിക്കുക. അപ്പം ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ. ഇതാണ് എൻ്റെ ഉച്ചത്തെ ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യം. തൈര് കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അച്ചാറും കൂട്ടി ഞാൻ ചോറ് കഴിക്കുകയാണ്. ഈ ചാനലിലെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ